കുവൈറ്റിലെ യുദ്ധകാഹളം ഇന്ന് കേവലം അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ആകാശസീമകളെയും ഡിജിറ്റൽ ലോകത്തെയും കടന്ന് വൻ ശക്തികളുടെ അന്തസ്സും ആത്മവീര്യവും പരീക്ഷിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. കുവൈറ്റിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ ഈ മാറ്റത്തിന്റെ ആദ്യ സൂചനയായിരുന്നു. അലി അൽ സലേം എയർബേസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 15 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റത് വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. ആകാശത്ത് നിന്ന് അഗ്നിവർഷം പോലെ പതിക്കുന്ന ഡ്രോണുകൾ ആധുനിക യുദ്ധതന്ത്രങ്ങളെ അപ്പാടെ മാറ്റിമറിച്ചിരിക്കുന്നു. ഈ സംഘർഷത്തിന്റെ ആഴമളക്കാൻ ഇതുവരെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതിയാകും. ഏകദേശം 373ഓളം അമേരിക്കൻ സൈനികർക്ക് ഇതിനോടകം പരിക്കേറ്റു എന്നത് മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പരസ്യമായി ഏറ്റെടുക്കുമ്പോൾ അത് കേവലം ഒരു പ്രത്യാക്രമണമല്ല, മറിച്ച് തങ്ങളുടെ സൈനിക കരുത്ത് ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയുക കൂടിയാണ്. കുവൈറ്റിലെയും ഇറാഖിലെയും കമാൻഡ് സെന്ററുകളും നാവിക ആസ്തികളെയും ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഓരോ നീക്കവും. സൗദി അറേബ്യയിൽ നടന്ന മിസൈൽ ആക്രമണങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ പോരാട്ടം ഒരു ഡയറക്റ്റ് വാർഫെയർ അഥവാ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ്. മുൻപ് നിഴൽ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ശക്തികൾ ഇപ്പോൾ പരസ്യമായി മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും തൊടുത്തുവിടുന്നു. ഇത് കേവലം പ്രാദേശികമായ ഒരു തർക്കമല്ല, മറിച്ച് ആഗോളതലത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള ഒരു മൾട്ടി ഡൊമൈൻ പോരാട്ടമായി പരിണമിച്ചിരിക്കുന്നു. ആകാശത്തും ഭൂമിയിലും സൈബർ ഇടങ്ങളിലും ഒരേ സമയം യുദ്ധം നടക്കുന്നു എന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത. ഈ പോരാട്ടത്തിൽ ഇറാന് ലഭിക്കുന്ന അന്താരാഷ്ട്ര പിന്തുണയും ശ്രദ്ധേയമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ തങ്ങളെ സമ്മർദ്ദത്തിലാക്കിയ അമേരിക്കയോട് കണക്ക് തീർക്കാൻ റഷ്യ പശ്ചിമേഷ്യയെ ഒരു പരീക്ഷണശാലയായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം നയതന്ത്ര വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന് ലഭിക്കുന്ന സാങ്കേതിക വിദ്യയും ഇന്റലിജൻസ് വിവരങ്ങളും റഷ്യയുടെ പിന്തുണയോടെയാണെന്ന് കരുതപ്പെടുന്നു. ഇതിലൂടെ അമേരിക്കയെ ഒരേ സമയം 2 യുദ്ധമുഖങ്ങളിൽ തളച്ചിടാൻ റഷ്യക്ക് സാധിക്കുന്നു. യുദ്ധകളത്തിലെ ഈ പോരാട്ടത്തിനൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തകർക്കപ്പെട്ട F-15 യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ രക്ഷിക്കാനുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. എല്ലാ സൈനിക കമാൻഡർമാരും ഈ രക്ഷാദൗത്യത്തെ പിന്തുണച്ചില്ലെന്നും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കടുത്ത ഭിന്നതകൾ ഉണ്ടായിരുന്നുവെന്നും ട്രംപ് സമ്മതിച്ചു. ഇത് പെന്റഗണും വൈറ്റ് ഹൗസും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് തുറന്നു കാട്ടുന്നത്. സൈനിക മേധാവികളുടെ എതിർപ്പിനെ മറികടന്ന് ദൗത്യവുമായി മുന്നോട്ട് പോയത് തന്റെ ഉറച്ച നിലപാടാണെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ സൈന്യത്തിനുള്ളിലെ വിള്ളലുകൾ ശത്രുക്കൾക്ക് അനുകൂലമായ ഘടകമാണ്. ഇറാന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധത്തെ ഭയന്നാണ് പല കമാൻഡർമാരും ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ നിർദ്ദേശിച്ചതെന്ന് കരുതപ്പെടുന്നു. ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി കൂടുതൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കരുത് എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കും സൈനികരുടെ ആത്മവീര്യം നിലനിർത്താനും ട്രംപ് ആ അപകടം ഏറ്റെടുക്കുകയായിരുന്നു. ഇതേസമയം തന്നെ ആഭ്യന്തരമായി ചാരന്മാരെ വേട്ടയാടുന്നതിലും ഇറാൻ വലിയ വിജയം കൈവരിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേരിട്ട് ബന്ധമുള്ള ഏജന്റുമാരെ പിടികൂടിയെന്നും അവരുടെ കുറ്റസമ്മത മൊഴികൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ബീബിക്ക് സന്ദേശം അയച്ചു എന്ന വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റും ചാരപ്രവർത്തികൾ എങ്ങനെ നടക്കുന്നു എന്നതിന്റെ തെളിവായി ഇറാൻ ഉയർത്തിക്കാട്ടുന്നു. പിടികൂടിയവരെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനം എത്രത്തോളം ശക്തമാണെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. മുതിർന്ന IRGC ഉദ്യോഗസ്ഥനായ മജിദ് ഖാദേമിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇറാൻ ഈ ചാരവേട്ട ശക്തമാക്കിയത്. ഖാദേമിയുടെ നീക്കങ്ങൾ ചോർത്തി നൽകിയത് ഈ ചാര ശൃംഖലയാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ഇതിനു പ്രതികാരമായി അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രയേൽ ഏജന്റുമാർക്കും നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു ചാരയുദ്ധത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. വിവരങ്ങൾ ചോർത്തുന്നവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചുകൊണ്ട് ഇറാൻ ഭരണകൂടം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇറാനിലെ ഇസ്ഫഹാനിൽ അമേരിക്കയുടെ C-130 സപ്പോർട്ട് വിമാനം വെടിവെച്ചിട്ടെന്ന വാർത്ത ഈ സംഘർഷത്തെ പുതിയൊരു തലത്തിലെത്തിച്ചു.
തങ്ങളുടെ പോലീസ് സ്പെഷ്യൽ ഫോഴ്സ് ആണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും അതിലുണ്ടായിരുന്ന പൈലറ്റിന്റെ രേഖകളും ഇറാൻ പുറത്തുവിട്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടാണ്. ഇത്തരമൊരു വിമാനം ഇറാനിയൻ ആകാശപരിധിയിൽ എങ്ങനെ എത്തിയെന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. അമേരിക്ക ഇതുവരെ ഈ സംഭവത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും നിശബ്ദത ഒരുതരം കുറ്റസമ്മതമായി പലരും വിലയിരുത്തുന്നുണ്ട്. ഇസ്ഫഹാൻ പോലൊരു തന്ത്രപ്രധാനമായ മേഖലയിൽ അമേരിക്കൻ വിമാനം തകർക്കപ്പെട്ടത് ഇറാന്റെ ആകാശ പ്രതിരോധം എത്രത്തോളം കൃത്യതയുള്ളതാണെന്ന് തെളിയിക്കുന്നുണ്ട്. റഷ്യൻ നിർമ്മിത S-400 മിസൈൽ സംവിധാനങ്ങളാണോ ഇതിന് പിന്നിലെന്ന സംശയം പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുണ്ട്. ആകാശ യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന പഴയ മേൽക്കൈ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഡ്രോണുകൾക്കും മിസൈലുകൾക്കും പിന്നാലെ ഇപ്പോൾ വലിയ വിമാനങ്ങൾ പോലും തകർക്കപ്പെടുന്നത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യം പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നു. എണ്ണ വിപണിയിൽ ഉണ്ടാകുന്ന അസ്ഥിരതയും സൈനിക നീക്കങ്ങളും മേഖലയിലെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ സാധ്യതയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം ഒരു പ്രാദേശിക തർക്കത്തിൽ നിന്നും മാറി ആഗോളഗതികൾ തമ്മിലുള്ള ബലപരീക്ഷണമായി മാറിയിരിക്കുന്നു. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഇറാൻ നടത്തുന്ന ഓരോ നീക്കവും അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ ബിംബങ്ങളെയാണ് തകർക്കുന്നത്. ഓരോ പുതിയ ആക്രമണവും വൻ ശക്തികൾക്കിടയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. സമാധാന ചർച്ചകൾക്ക് പകരം ആയുധങ്ങളുടെ ഭാഷയിലാണ് ഇന്ന് ലോകം സംസാരിക്കുന്നത്. പൈലറ്റുമാരുടെ വിവരങ്ങൾ ചോർത്തുന്നതും തകർക്കപ്പെട്ട വിമാനങ്ങളുടെ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും ഒരുതരം സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമാണ്. ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താനും ശത്രു രാജ്യങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനും ഇത്തരം നീക്കങ്ങൾ സഹായിക്കും. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിന് എത്തരത്തിൽ തിരിച്ചടി നൽകുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. സൈനിക കമാൻഡർമാർക്കിടയിലെ ഭിന്നതകൾ പരിഹരിച്ച് ഒരു സംയുക്ത നീക്കത്തിന് ട്രംപ് മുതിരുമോ അതോ നയതന്ത്രപരമായ ചർച്ചകൾക്ക് വഴി തുറക്കുമോ എന്നത് കണ്ടറിയണം. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സൂചനയാണ് നിലവിലെ സംഭവങ്ങൾ നൽകുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള ഓരോ കടന്നുകയറ്റത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യ ഇന്ന് ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണ്. പഴയ യുദ്ധരീതികളിൽ നിന്ന് മാറി ആധുനിക സാങ്കേതിക വിദ്യയും ചാരപ്രവൃത്തിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഓരോ മിസൈൽ വിക്ഷേപണത്തിലും ഓരോ ചാരന്റെ വെളിപ്പെടുത്തലിലും ലോകക്രമത്തിന്റെ പുതിയ ഭൂപടം വരയ്ക്കപ്പെടുകയാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ ശീതയുദ്ധം നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് മാറുമ്പോൾ അത് ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണിയായി മാറുന്നു. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും വരും ദശകങ്ങളിലെ ആഗോള രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്ന നിർണായക ഘടകമായിരിക്കും എന്നതിൽ തർക്കമില്ല.